ജയിലിൽ ചെന്ന് അവനെ കണ്ട് ഞങ്ങളെ കൊല്ലാൻ വരാൻ പറഞ്ഞ് വെല്ലു വിളിച്ചേക്കണം. പിന്നെ ഞാൻ അവനെ ക്ഷൗരം ചെയ്ത് കൊടുക്കണമായിരുന്നോ? അതെ, 10-22 വർഷമായി ഞാൻ ഈ തൊപ്പിയും കുപ്പായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അതിനുള്ളിൽ ഒരുപാട് കഴിവറുടെ മക്കളെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് ഈ അനിരുദ്ധൻ. ആ എന്റെ മുമ്പിൽ കൂടി ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് വാഴ വെട്ടും പോലെ ഓരോരുത്തർ അടിഞ്ഞു തള്ളിയിട്ട് ചുമ്മാ പുല്ല് പോലെ ജയിലിൽ കയറി കിടക്കണുണ്ട്. സല്യൂട്ട് അടിക്കണം ഞാൻ. ഒക്കത്തിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന അയാളാ ആ സൂപ്രണ്ട് വിശ്വനാഥൻ. പോലീസിലെ ക്രിമിനലാണ് ഞാനെന്ന് കംപ്ലൈന്റ് കൊടുത്തവൻ അയാള്. അവൻ പുറത്തിറങ്ങി വരണം, എന്നാലേ രണ്ടെണ്ണത്തിനെയും പൂട്ടാൻ പറ്റൂ. അനിരുദ്ധൻ പറഞ്ഞ നേരാ, അവൻ ഇറങ്ങി വരട്ടോ, എന്നാലേ അവൻ കൊന്നതിനൊക്കെ തെളിവുണ്ടാവും. എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കണം. അവരെ കത്തിച്ചോളൂ അവന്റെ ജീവനോടെ. ഓനെ അങ്ങനെ കത്തിക്കാൻ പറ്റുമോ? സകല കുതന്ത്രങ്ങളും പഠിച്ച സാമിയെ കൊല്ലാക്കൊല്ല ചെയ്തവനാ ഓൻ. അത് അവന്റെ അവസാനത്തെയാ. ഇനി അവൻ പുറത്തിറങ്ങിയാൽ തിരിച്ചു കേറത്തില്ല. ഹലോ, ഏത് ചാനല്? അതെ, ആ ടി വി ഒന്ന് ഓൺ ചെയ്തേ. ഇവിടെ മനുഷ്യൻ തീ പിടിച്ച് നിൽക്കുമ്പോഴാ ടി വി. എന്തെങ്കിലും ഒരു ഇത്തിരി സാധനം ഹാർബർ വഴി കടത്തി 10 കാശ് ഉണ്ടാക്കാന്ന് വെച്ചാ അപ്പൊ ഇയാൾ പോലീസിനെ അറിയിച്ച് പിടിപ്പിക്കും. എത്ര കോടി ഉറുപ്പിന്റെ മുതലാ പോയെന്ന് അറിയാവോ? ഒന്ന് കണ്ണടച്ച 1 കോടി ഉറുപ്പ്യ കൊടുക്കാന്ന് പറഞ്ഞതാ, കേട്ടില്ല. ഇനി കാസിംബാവെ നമുക്ക് വേണ്ട. കണക്ക് തീർത്തേ. പുറത്തു വെച്ചെന്തെങ്കിലും ചെയ്ത നാട്ടുകാരെ ചതിച്ചു വേണം കൊല്ലാൻ. അതിനല്ലേ ആ സലാം എന്ന് പറയുന്ന ഉണ്ണിക്കെട്ട് നമ്മൾ പാട്ടിലാക്കാൻ നോക്കിയത്. അമ്പഴക്കാട്ട തറവാട്ടിൽ നിന്ന് വേറൊരുത്തനെ കൊണ്ടൊന്നും ഞമ്മക്ക് തോന്നണേ. കള്ള ഹിമാറുകള് ഇവനെയൊക്കെ വെട്ടി കൊല്ലണം. ഇതെന്തൊരു മറിമാക. ഹലോ, അതെ. അല്ലല്ലല്ല, ഞങ്ങളുടെയും ഞങ്ങളുടെ പാർട്ടിയുടെയും മുഖത്ത് കരിവാരി തേക്കാൻ ആരാണ്ടോ ചെയ്ത കാമറാട്രിക്ക. ഇത് സമുദായത്തോടുള്ള വെല്ലുവിളിയാണ്. ഇതിനെതിരെ ഞങ്ങൾ ആഞ്ഞടിക്കും. ഇതിന്റെ സത്യങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. മലയാള ഭൂമി പത്രത്തിൽ നിന്നാ പടച്ചോനെ. എന്നാൽ ഇതെങ്ങനെ? ഐ ആം ഷുവർ ഇത് ട്രാപ്പാണ്. കൂടെ തന്നെയുള്ള ആരോ, അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ച ഏതോ ക്യാമറ. എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല. വല്ല സൗദിയിലേക്കോ ദുബായിലേക്കോ പറക്കണാണ് ബുദ്ധി. സാഹിബ് എങ്കിലും 2 ടിക്കറ്റ് വിളിച്ചു പറയും. പക്ഷെ നാട്ടുകാർ മുഴുവൻ ഇതൊക്കെ കണ്ടു കാണും. നിങ്ങളെ പുറത്തെവിടെയും വെച്ച് കണ്ടാ കത്തിക്കും ജനങ്ങള്. തൽക്കാലം കേരളത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ നോക്കുക. ഗൾഫിലേക്കോ മറ്റോ ആണെങ്കിൽ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് പോകുന്നതായിരിക്കും സേഫ്. ഡ്രൈവറോട് വണ്ടി ഇറക്കാൻ പറ. പുറത്തു നിന്നുള്ള ഏതെങ്കിലും വണ്ടി പോകുന്നതാണ് ബുദ്ധി. എന്നാ ഇതൊരു വണ്ടി വിളിക്കണോ? വേഗം ആവട്ടെ. അവര് പുറപ്പെട്ടു. അതെ, വെള്ളം ഒമ്നി വാനിൽ തന്നെ. കുറെ വണ്ടികളുണ്ടല്ലോ. അവന് നമ്മളെ തന്നെയാ ഫോളോ ചെയ്യുന്നത്.
വണ്ടി മാറ്റി വണ്ടി മാറ്റി നമുക്ക് വണ്ടി എടുത്ത് മാറ്റണം. വണ്ടി എടുത്ത് മാറ്റണം. കുട്ടി ഉണ്ണികൃഷ്ണ അല്ല സലാമേ, ഞമ്മളൊന്നും ചെയ്യരുത്. സലാമേ, അറിയാണ്ട് പറ്റിപ്പോയതാ. മാപ്പാക്കണം. ഞമ്മളിനി ഒരു കുഴപ്പത്തിനുമില്ല. ഇവിടെ വിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. പോയിക്കോളൂ. ഞാനും യാത്ര പറയാൻ വന്നത്. സലാം സലാം സലാം. ഉണ്ണി ഉണ്ണി ഇറങ്ങി വാ 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 കേറ്. ഇറങ്ങി വാ ഉണ്ണി. വാ വാ. അബുവായി ഇറങ്ങി വാടാ പുറത്ത്. Get down and hands up, you bloody. റാസ്കൽ, നീ എന്താടാ കരുതിയത്? അനിരുദ്ധിനെ വെറും ഉണ്ണാക്കനാക്കിയിട്ട് നിന്റെ സൂപ്രണ്ടിന്റെ കോട്ടസി കയറി അങ്ങ് പുളുത്താമെന്നോ? ഇനി നീ അങ്ങനെ ജീവപര്യന്തം കളിക്കണ്ട. ജയിൽ ചാടി കൊലപാതക പരമ്പര നടത്തി രക്ഷപ്പെടാൻ ശ്രമിച്ച സലാം എന്ന ഉണ്ണികൃഷ്ണനെ അതിസാഹസ്യമായി ഡിവൈഎസ്പി അനിരുദ്ധൻ വെടിവെച്ച് കൊന്നു. ആൻ എൻകൗണ്ടർ കില്ലിംഗ്. TV ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും നാളത്തെ ബ്രേക്കിംഗ് ന്യൂസാ. മനസ്സിലായോടാ പുല്ലേ? എന്താണോ ഇത്? ഡോണ്ട് മൂവ്. അവനെ ഒന്നും ചെയ്യരുത്. എനിക്ക് കിട്ടേണ്ട പ്രതിയാണ് അവൻ. ഇല്ല സാറേ, ഇവനെ ഇനി രക്ഷിക്കാൻ സാറിന് കഴിയില്ല. ഇവനുള്ള ശിക്ഷ ഞാൻ വിധിച്ചു കഴിഞ്ഞു. ഷൂട്ട് അറ്റ് സൈറ്റ്. നോ. എന്തായാലും സാർ വന്നത് നന്നായി. സൂപ്രണ്ട് വിശ്വനാഥനെ കൂടി കൊന്നിട്ടാണ് ഇവൻ രക്ഷപ്പെട്ടതെന്നാണെങ്കിൽ എനിക്ക് ഡബിൾ പ്രൊമോഷനാ. അനിരുദ്ധൻ, വേണ്ട, അവിവേകം കാണിക്കരുത്. കാണിക്കോടോ, താനത് അർഹിക്കുന്ന. അങ്ങനെ അതിമോഹം വേണ്ട അനിരുദ്ധൻ സാറേ. ഉണ്ണികൃഷ്ണൻ ജനിച്ചത് ഒരു നരകാസുരന്റെ കൈകൊണ്ട് മരിക്കാനല്ല. ഒരുപാട് നിരപരാധികളെ കൊന്നൊടുക്കിന്റെ ചോരക്കറകളില്ലേ ആ കയ്യില്. അതിന്ന് തനിക്കൊരു ശാപമോക്ഷം തരാൻ ഈശ്വരൻ അയച്ചത് തന്നെ. നിരപരാധികളെ കൊന്നൊടുക്കിയ പോലീസ് ക്രിമിനൽ ഡിവൈഎസ്പി അനിരുദ്ധനെ ഏതോ ഒരു അജ്ഞാതൻ വെടിവെച്ചു കൊന്നു. നാളത്തെ ബ്രേക്കിംഗ് ന്യൂസ്
നമുക്കതാക്കിയാലോ? നീ എന്തായി കാണിച്ചത്? മൈ ഗോഡ്. ഉണ്ണി, ഉണ്ണി, ഉണ്ണികൃഷ്ണ. വാ സാറേ, ഉണ്ണികൃഷ്ണൻ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്.